മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളിമാനെ. എന്നടി പാട് പാട്, കുറച്ചും കൂടെ കാല് നീട്ടി ആട്ടിക്കൊണ്ട് പാടും. എന്റെ ചേട്ടന് കടം കയറിയതൊന്നും മതിയായില്ലേ നിനക്ക്? കാലാട്ടി ആട്ടി. എന്റെ കാലില്ല ചേട്ടന്റെ സമ്പാദ്യം. നീ വലിയ നാട്ടും പുറത്തുകാരിയായിട്ട് നിന്റെ അമ്മ ഒന്നും പറഞ്ഞു തന്നില്ലേ? കാലാട്ടിയ കടം അമിത ചെലവ് കാരണമാണ് എന്റെ ചേട്ടൻ കടം കേടി മുടിയണത് അല്ലേ? എന്റെ അമിത ചെലവ് കാരണം. ഇനി നിന്റെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നതാ ഈ ഉണക്ക പച്ചക്കറി വെച്ചാണ് ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ചെയ്യാൻ മോളടി? സാമ്പാർ, തോരൻ, അയ്യോ മീൻ പൊരിക്കും, ചിക്കൻ കറി ഉണ്ടാക്കും, ഒക്കെ മതി. ഇന്നും അപ്പൊ വായിക്ക് രുചിയായിട്ടൊന്നും കിട്ടൂല. ബാ നീ ഉണ്ടാക്കും കറി. എനിക്ക് റെസ്റ്റ് മര്യാദ വയ്യ. എണീച്ച് വന്നോ? എന്റെ നാത്തൂനാടി പറയണത്. ഇറങ്ങി വന്ന് പണിയെടുക്കടി. ഇറങ്ങും, പേടിയുണ്ടല്ലേ? അതെടു തേങ്ങ ചെരുവ്. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ തേങ്ങ തരുമോ? ഞാൻ ഇതാകും. രണ്ട് മുറി ഈസി പണി നിനക്കും അല്ലേ? തേങ്ങ ചെരണോ പാടാ? എങ്കിൽ ശരി, ഇവിടെ പച്ചക്കറി ബാക്കി മൊത്തം എടുത്തോണ്ടേ, തോരനൊക്കെ മുറിച്ചേ. മുറിക്കാം. നീ ഇപ്പുറത്ത് വാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്തോന്നാ അല്ലെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കും. അവന് ഇതെന്തെങ്കിലും ആവണ്ടേ? ഇതൊന്നും നടക്കൂല. അല്ല എനിക്ക് ഭയങ്കര വിശപ്പ്. എനിക്ക് വേണ ഇതുവരെ ഒന്നും ആയില്ലയോ? നമുക്കേ കുഴിമന്തി കഴിക്കാൻ പോവാം. എല്ലാരും പറയണ ഭയങ്കര ടേസ്റ്റ്. ഇതുവരെ കഴിച്ചിട്ടില്ല. കുഴിമന്തിയോ? ഓ ഞാനും കഴിച്ചിട്ടില്ല. എനിക്ക് ആ പേര് കേൾക്കുമ്പോ ഒരു കൊരങ്ങനെ ഓർമ്മ. സത്യം ഒരു വികാരം ഇല്ലാത്ത ഫുഡാണ്. കൊള്ളൂലടി അത്. എന്നല്ലേ? ഒരു വികാരം ഇല്ലല്ലോ. ഇല്ല. നിന്റെ ആഹാരം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു വികാരവും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വെറൈറ്റിക്ക് പുറത്തു പോയി കഴിക്കാന്ന്. പെട്ടെന്ന് പെട്ടെന്ന് മുറിക്കടി, മൂന്നാലിന് ഒരുമിച്ച് വെച്ചു. എന്താ കാര്യം? എന്താ അണ്ണ എന്നോ അടുക്കളയിൽ പോയി കറി കഴിയുന്നു. അല്ല എനിക്ക് വിശക്കുന്നടാ. വിശപ്പ് മാത്രം മതിയാ? എന്താ രാവിലെ അങ്ങനെ അടിക്കും? രാവിലെ എന്നല്ല, ഏത് നേരത്താണെങ്കിലും വൃത്തികേട് കാണിച്ചാ അപ്പ ഞാൻ അടിക്കും. അതല്ലെന്ന്, എന്റെ അണ്ണൻ രാവിലെ ഒരു സ്പൂൺ അടിക്കുന്നോന്ന്. കുഞ്ഞളിയാ? അല്ല വേണ്ടെങ്കിൽ വേണ്ടെണ്ണ. ഒഴി. ഒഴി. അതല്ലേ തപ്പോ. പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് വേണം. ഇൻസ്ട്രുമെന്റ്സ് വേണ്ടേ? വേണം. അപ്പൊ വെള്ളം അങ്ങനെ അണ്ണ എടുക്കും? വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. അത് അപ്പൊ ഞാൻ പിള്ളേരൊക്കെ ഉണ്ടാകത്ത്. നമ്മൾ അങ്ങോട്ട് മാറി ഇരുന്ന് നൈസിന് അങ്ങ് സെറ്റ് ആക്കുക. രഹസ്യമായിട്ട് വേണം അടിക്കേണ്ടത്. അപ്പൊ ഞാൻ സാധനമായിട്ട് അവിടെ ഇരിക്കാം. അണ്ണൻ പോയി വെള്ളം തന്നെ. അപ്പൊ മണി എന്തോന്നടി ഇത്? പിന്നെ വെറുതെ പല്ലി ഏടാക്കണ്ട. നീ ഇതപ്പോ എന്തോന്നാ? കിളി പോയാ? വിശക്കണാ? ഒന്നും ആയില്ല, കുറച്ച് കഴിയും. അല്ല പിന്നെ എനിക്ക് ധൃതിയൊന്നുമില്ല. ആവുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. അല്ല നിന്നാ മതി. എന്തോ ചേട്ടാ ഇവിടെ നിന്ന് കുറുകുന്നേ? കാര്യം പറ. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. പറയൂലല്ലോ. ഡോക്ടർ പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? ദിവസം രാവിലെ 2 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്. രാവിലെ എഴുന്നേറ്റാ ഉടനെ. കുടിച്ചാ? എന്നിട്ട് ഇന്ന് കുടിച്ചില്ല. വെള്ളം വേണോ? വെള്ളം വേണോ? അതാ ക്ഷീണം. ക്ഷീണം മാറാൻ വെള്ളം വേണം. അതിനാണ് ഇത്രയും ഡ്രാമ. അല്ല അങ്ങനെ 1 ഗ്ലാസ് ആയിട്ട് പോരാ. പിന്നെ 1 ഗ്ലാസ് ആയിട്ട് അങ്ങനെ കഴിക്കരുത് ഡോക്ടർ പറഞ്ഞു. മതിയാ? അല്ല അത് പോരാ. ചിൽഡ് വേണം. ചിൽഡ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് എന്തോന്ന് ചികിത്സ? തണുത്ത വെള്ളം എന്ത് ചെയ്യും? ഫ്രിഡ്ജിലുണ്ടോ? അപ്പൊ എടുക്കാം. ഓരോരോ അസുഖങ്ങളെ എന്തോ ഉണ്ട്. ഇതൊരു വല്ലാത്ത അസുഖം തന്നെ. ഇത്രയും സമയം ഉണ്ടായിരുന്നെ കന്യാകുമാരി പോയി മീൻ വറുത്തം കൂട്ടി അടിക്കായിരുന്നു. എന്റെ കുഞ്ഞളിയാ. അണ്ണ എവിടെ പോയണ്ണ? ഞാൻ അവിടുന്ന് വെള്ളം എടുക്കണ്ടായോ? അരുവിക്കര പോയ വെള്ളം എടുക്കാൻ? അല്ലെന്ന്, പെണ്ണുങ്ങടുത്തുനിന്ന് സാധനം ഒപ്പിക്കണ്ടായോ? അഭിനയിക്കുന്നതേ കള്ളം വന്നവർക്ക് ഒരിക്കലും തോന്നരുത്.
ഒഴി ഒഴി ഒഴിക ഒഴിക എന്തിനു പറയുന്നു ഒഴി എട് ഒഴി എട് ഒഴി 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 ഗ്ലാസ് കണ്ണ ഗ്ലാസ് നിന്റെ ഇല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ എടുക്കാൻ പോയെ അല്ല വെള്ളം എടുക്കാൻ നീ വെള്ളം എടുത്തോണ്ട് വരാനല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഗ്ലാസ് എടുത്തില്ലേ ഇല്ല അപ്പൊ ഗ്ലാസ്സിലെ നമ്മളെന്തിനാ കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഓടിക്കും അത് നമുക്ക് വായിലിട്ട് മിക്സ് ചെയ്യാം എന്നാ വൈകിട്ട് അങ്ങ് മിക്സ് ചെയ്താ പോരെ എന്നാ പിന്നെ ഞാൻ എടുത്തോണ്ട് വരാം അവിടെ വേണ്ട വേണ്ട ഇനി ഞാൻ പൊയ്ക്കോളാം നിങ്ങൾ പോയിട്ട് 3 വെള്ളിയാഴ്ച കഴിഞ്ഞു ഇത് പിടിച്ചോണ്ട് ഡ്രൈവറിൽ അടിക്കൂ ഏയ് ഇല്ല ഇല്ല എന്നാ കമ്പനി ബന്ധം അറിയാലേ ധൈര്യമായിട്ട് അല്ലേ വേണ്ട അല്ല കുഴപ്പമില്ല പൊയ്ക്കോ പൊയ്ക്കോ എടുത്തോണ്ട് വായിൽ വെച്ച് മിക്സ് ഏയ് എവിടെ ജനിച്ചവനാ എന്റെ കൈ വന്ന് വീണ് നിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയടാ എന്റെ വയറ്റിനകത്തോട്ട് എല്ലാം നിനക്കേ ഭാഗ്യം കിട്ടിയുള്ള ചേട്ടാ മതിയാ നോക്കണി മതിയാ നല്ല ആക്റ്റീവ് ആണല്ലോ അടുക്കളയിൽ ചിഹ്നമുള്ളതുകൊണ്ടായിരിക്കുമല്ലേ അന്ന് ഞങ്ങക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ അല്ലെങ്കിൽ അടുക്കളയിൽ ഞാൻ കയറൂലേ അല്ല ഇന്നലെ കുറച്ച് ഡള്ളായിട്ടിരുന്ന് ഇന്ന് നല്ല ഉത്സാഹത്തോടെ ഇരിക്കുന്നു കമ്പനി ഉള്ളതുകൊണ്ടായിരിക്കും പറയായിരുന്നു ഓ അതൊക്കെ തന്നെ എല്ലാരും ഉള്ളപ്പോ ചെയ്തല്ലേ പറ്റുള്ളൂ ഇത് നോക്ക് വിസിൽ വെച്ചിട്ട് കുറച്ച് നേരത്തെ മണിക്കൂട്ടൻ ചേട്ടൻ ഇവിടെ നിന്ന് കറങ്ങി ഇപ്പൊ നീ വന്ന് കറങ്ങണം എന്താടാ പ്രശ്നം തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ വന്നതാ മണിക്കൂടെ കണ്ട അവിടെ മോളിലെങ്ങാണ്ടോ പോയെന്ന് തോന്നുന്നു. ആ ഞാൻ കണ്ടു വന്നവരെ കണ്ടു ആണല്ലേ എന്റെ അടുത്ത് തോന്നി 2 ഗ്ലാസ് വാങ്ങിച്ചോണ്ടേ വെള്ളം കുടിക്കും മണിക്കുട്ടാണ് എന്തിനാ 2 ഗ്ലാസ് ഒരു ഗ്ലാസ് പോരി അല്ല തണുപ്പിച്ച് കുടിക്കണ്ടേ ചൂടുവെള്ളം അല്ല കൊണ്ടുപോയത് തണുത്ത വെള്ളം അല്ലേ കൊണ്ടുപോയത് ചിൽഡ് വാട്ടർ. ആ ഐസ് വാട്ടർ വേണമെന്ന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എന്നാ തണുപ്പ് മാറാനായിരിക്കും തണുപ്പ് എനിക്കും കൂടെ കുടിക്കേ എനിക്കും കൂടെ ആ അങ്ങനെ പറ അതെ ഗ്ലാസ് 2 ഗ്ലാസ് അയ്യോ ഇതിലെങ്ങനെ അടിക്കുന്നത് അടിക്കണ അല്ല ഇവിടത്തെ ബംഗാളിക്ക് കൊടുക്കാനല്ല നമുക്ക് കുടിക്കാണ് കുറച്ച് നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഞങ്ങൾ ഇതിലാണ് വെള്ളം കുടിക്കണത് അതെന്തെന്നറിയാം ഗൾഫിൽ നമ്മൾ ഈ ഗ്ലാസ് ഉപയോഗിക്കില്ല കുടിക്കൂലേ അയ്യോ പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ച് ശീലമില്ല പിന്നെ എന്തോ ഗ്ലാസ്സിൽ വേണം നല്ല കുപ്പി ഗ്ലാസ് ഇല്ലേ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് താഴെ കുപ്പി ഗ്ലാസ് 2 എന്താ ഇത് ഞങ്ങള് ജ്യൂസാണ് കുടിക്കണത് വെള്ളം കുടിക്കാൻ എടുക്കുക വേണോ ഇത് മതിയാ ഇതേ ഉള്ള ഇതുണ്ട് ഇത് മതിയോ അത് 2 കിട്ടിയ ഇതിന്റെ ഒരെണ്ണം പൊട്ടിപ്പോയടാ കണ്ട താഴെ ഇരിക്കുന്നു ഇതാ ഓ മതിയാ മതി പൊട്ടിക്കല്ലേ പൊട്ടിക്കില്ല 6 ഉണ്ടായിരുന്നല്ലോ പൊട്ടിച്ച് ഇത്ര 2 ബാക്കിയുള്ളൂ തന്നെയല്ലേ കുഴപ്പമൊന്നുമില്ലല്ലേ പണിയെടുക്കും അല്ല സംശയം തോന്നിയില്ലല്ലോ എന്ന് പറയരുത് സംശയം തോന്നണോ എന്തുവാടി എല്ലാവർക്കും എന്തോ പറ്റി. മണിക്കുട്ടൻ ചേട്ടന്റെ അതേ സൂക്കേട് ഒരു മണം പറഞ്ഞു അത് ഞാൻ തുറന്നു നോക്കിയായിരുന്നു. ഇല്ലല്ലേ വെള്ളം പറയുന്നു ഇല്ല ആവിയാ വെയിലത്തിരുന്ന് ആവിയായി പോയ സാധനം അത്. എത്ര നേരം കഴിഞ്ഞ് പോയിട്ട് ആ വലിയ ഗ്ലാസ് എനിക്ക് തന്നേരെ. ഇതില് വലിയ ക്ലാസ് ഒന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ അല്ല ചെയ്യാൻ അടിയണ്ട ഒരുമാതിരി ആദ്യം അടിക്കുമ്പോ സന്തോഷമില്ലായ്മ സിപ്പ് ചെയ്ത് കഴിക്കാം.
ഒറ്റടി കഴിക്കരുത്. അല്ല ഞാൻ രാവിലെ തൊട്ട് അടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വൈകുന്നേരമാണ് വെള്ളം കൊണ്ടുവന്നത്. ഇനി സിപ്പ് ചെയ്ത് അടി 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 അടി. ഓ ഇതാണ് ഇങ്ങനെ സിപ്പ് ചെയ്യണത്. എടാ കുഞ്ഞള്ളിയാ, ആരാ ആരുമില്ല. പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തില് മൂടായി ഹേയ്, എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു 1.5 വർഷം ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യ എന്ന് കേട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിൽ അവിടെ പിന്നെ കുളുമണാലിയില് ഞാനൊരു 1.5 വർഷം ഉണ്ടായിരുന്നു. ഇതുപോലെ അവിടുത്തെ ഒരു തണുപ്പുള്ള രാത്രിയിൽ അണ്ണ എത്ര വിട്ടത് ഇപ്പം? അത് വീട്ടിൽ പ്രശ്നമല്ലടാ. ഇതുപോലെ ഇത് ഉച്ചയാണെന്ന് ഉച്ച. എന്നാ പിന്നെ ഉച്ചക്ക് തണുപ്പുള്ള ഉച്ചക്ക് ഞാനും അവളും കൂടി ഇങ്ങനെ ഒരു പാർക്കിൽ. അത് ശ്രേയ കപൂർ. ഞാനുമായിട്ട് ആ രാത്രിയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നേരം വെളുക്കുന്നിടം വരെ ഞങ്ങൾ സംസാരിച്ചു. അല്ല, പക്ഷെ ഒരു പ്രശ്നം, അവള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞ അവൾക്കും മനസ്സിലായില്ല. കാരണം അവള് ഹിന്ദിയിലാണോ സംസാരിക്കുന്നത്, ഞാൻ മലയാളത്തിൽ. പക്ഷെ നേരം വെളുക്കുന്നിടം വരെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു. അവിടെ വെച്ച് ഞാന് ഒരു ഉത്തരേന്ത്യൻ സംഗീതജ്ഞൻ മൽഘാട്ട് സിംഗിനെ പരിചയപ്പെട്ടു. മൽഘാട്ട് സിംഗ് ഒന്നുകൂടെ എനിക്കൂടെ മൽഘാട്ട് സിംഗ് എന്റെ മുന്നിൽ വെച്ച് ഒരു ഹിന്ദുസ്ഥാനി സംഗീതം പാടിയായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം സാധനോട് മതി. ഇടിച്ച് പതുക്കെ അണ്ണ ഇതിനെക്കാളും ഞാൻ ബോർഡ് വെച്ചില്ല. അണ്ണ ബന്ധം തെറിപ്പിക്കൂ. ഇല്ല, പ്രശ്നമില്ലടാ. ഇതിനെക്കാളും നമ്മൾ ബോർഡ് വെക്കാറില്ലേ ഇവിടെ മദ്യപാന ഹേ എന്ന്. നിന്നെ ഞാൻ സംരക്ഷിച്ചിരിക്കും. ഇത് എന്റെ ഐഡിയ ആയിപ്പോയി, മനസ്സിലായില്ലേ? കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിലേ വേറെന്തെങ്കിലും ഐഡിയ നോക്കേണ്ടി വരും. നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടെ കൈ കഴുകണത്? തൊട്ട് വെക്കാനാ കൈ കഴുകണത്? ഇല്ല, തൊട്ട് വെക്കാനൊന്നും ഇല്ലൂടാ. തൊട്ട് വെക്കാൻ എന്തെങ്കിലും വേണം. ഒരു കാര്യം ചെയ്യും, ഞാനേ പോയി ഇച്ചിരി പിന്നെ അച്ചാറെടുത്തോണ്ട് വരാം. വിഷയം തന്നെ. നീ ഉപ്പ പോവാത്തവര് പോ. അച്ചാറെടുത്തോണ്ട് വരാം. നിങ്ങൾ അറിയിക്കൽ. നിങ്ങൾ അച്ചാറ് വേണ്ട നമുക്ക് ഇന്ന്. എനിക്ക് വേറൊരു മാർഗമുണ്ട്. നീ ഒരു മൊബൈലുണ്ടോ? ഉണ്ട്. മൊബൈൽ വെച്ച് ഞാനൊരു കളി കളിക്കും. ഓർഡർ ചെയ്യാൻ പോണ അത് നോക്കിക്കോ. ഞാന് എന്റെ ബുദ്ധിയില് നിങ്ങളെ ചാഞ്ചാടി ഇല്ല, നീ നോക്കിക്കോ. ഞാനിപ്പോ നല്ല സുന്ദര അച്ചാറുമായിട്ട് ഇവിടെ വരുന്നു. നീ ധൈര്യമായിട്ട് നിങ്ങൾ ആടിയാണ് പോണ. നിങ്ങൾ അണ്ണ ഇല്ലടാ, പ്രശ്നമൊന്നുമില്ല. മണിക്കൂട്ടണ്ണ ഒന്നോതാ 2 തൂണ്. ചേച്ചി, രോഗം. എനിക്ക് എന്തോ രോഗം. എന്തു പറ്റി? ഞരമ്പ്. ഹലോ ഡോക്ടറെ, പിന്നെ ഞാനാ അടുക്കളയിലെത്തി. ഞാന് എന്ത് കഴിക്കണമെന്നാ പറഞ്ഞേ? എന്താ കേട്ടാ? ഡോക്ടറായിട്ട് സംസാരിച്ചു.
എന്തച്ചാറ് കഴിക്കണമെന്നാ പറഞ്ഞേ? അച്ചാറ് മാങ്ങായോ? മാങ്ങാച്ചാറോ? ഡോക്ടറെ ഡോക്ടർ അച്ചാർ കഴിക്കാൻ പറഞ്ഞു. അതേ ഡോക്ടർ അത് പിന്നെ ഈ റഷീദ് മേനോൻ പിന്നെ ഇത് ചെറുപയർ വേണ്ടല്ലോ. ചെറുപയർ പിന്നെ ഈ കടുക് മഞ്ഞളും വേണ്ട. മാങ്ങ കിട്ടി. മാങ്ങാച്ചാറ് മാങ്ങ അച്ചാർ കട്ട് ചെയ്യാട്ടോ. ഓരോരോ ട്രീറ്റ്മെന്റ് എന്ത് പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു ഈ ചില്ലുടെ വെള്ളം കുടിക്കുമ്പോ പിന്നെ ഈ അച്ചാറൂടെ തൊട്ട് നക്കണം. അയ്യോ ഇതുണ്ടായിട്ടാണ്, ഇത് മറന്നുപോയി. ഇത് ഒഴിച്ചടിച്ചാൽ മതിയായിരുന്നു. അതങ്ങനെ ഇപ്പറാളെ മനുഷ്യനെ കൊണ്ട് എന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ചില പദ്ധതികൾ എടുത്താലേ പറ്റൂ. അല്ല അമ്മ, അച്ഛൻ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കണം. എത്ര നേരമായി പോയിട്ട് ഒരു മണിയേ 100 ആയുസ്. ഇപ്പൊ അച്ഛന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. രവിയേട്ടാ എവിടെയായിരുന്നു ഇത്രയും നേരം? സാധനം വന്നാലല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വളരെ പിടി. എന്റെ മൊബൈൽ ഒന്നുകൂടെ ഒഴിച്ച് നമുക്ക് അച്ചാർ കൂട്ടി അടിക്കാം. ഇതിനകത്ത് ഒഴിച്ചോ? ഇനിയിപ്പൊ എത്ര വേണം അടിക്കാം? ഞാൻ ലേബലും നീ വേറെ ആരെങ്കിലും എടുത്ത് കുടിക്കണ്ട. ഏത് ഈണം മറ വെള്ളം നല്ലതാണ്. എന്തടി മറ്റേ സാധനം ഞാൻ പറഞ്ഞു. എന്ത് സാധനം? അണ്ണാ ഞാനേ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചേ ഉള്ളണ്ണ കോള. അയ്യോ എന്റെ അണ്ണൻ പൊന്നണ്ണ കേട്ടാ. അയ്യോ അപ്പച്ചി ഇതൊന്നും കുടിച്ചൂടാ. ഞാൻ സത്യമായിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഒരു മുഴുവൻ കോള ഒറ്റയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നത്. ഇതേ അണ്ണൻ സഹോദരിക്ക് മേടിച്ചോണ്ട് വന്ന കോളയല്ല, പിന്നെ മക്കള് കരഞ്ഞ് കാല് പിടിച്ചിട്ട് മേടിച്ചോണ്ട് വന്ന കോളയാണ്. സ്വപ്നമൊക്കെ തകർന്ന് ഇങ്ങേട് വല്ലാത്ത സ്വപ്നമൊക്കെ കണ്ടിട്ട്. അപ്പച്ചി ഇതൊന്നും കുടിച്ചൂടാ. കുടിക്കാൻ പാടില്ല. അപ്പച്ചിക്ക് കുടിക്കാൻ പാടില്ലെന്നേ അവള് പറഞ്ഞോളൂ. അപ്പച്ചി കൂടെ കുറച്ച് കൊടു. കൊടുക്കടി കുറച്ച്. പറ്റൂല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടു. എനിക്ക് വേണം എന്റെ കോള. ഇവിടെ അപ്പച്ചി എന്തുപടി? എനിക്ക് ഭ്രാന്തായ അറിയാലോ അപ്പച്ചി. അവളിപ്പോ വയലന്റ് ആവേ. എടി ഒരു ഇത്തിരി ഇല്ല, കുറച്ച് താടി. ഞാനും ശ്രേയ കപൂറുടെ ഉസ്താദ് മഡ്ഗാഡ് ഖാന്റെ ഇങ്ങനെ ഗസല് കേട്ടിരുന്ന രാത്രികളിൽ പാടി പൊക്കിപ്പിച്ച് വിടും. ഞാൻ മറന്നുപോയാൽ നട് നിവർത്താൻ വീട്ടിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമോ? ഇനിയിപ്പൊ വിളിക്കുമായിരിക്കും. കോള ഇവളത് കുടിച്ചില്ലേ? എന്റെ വയറ്റ് ഭാഗ്യം. സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചിരിക്കുന്നു. മറന്നു വെച്ചതായിരിക്കൂ. എന്റെ ദൈവമേ, അല്ലെങ്കിൽ ഞാൻ കണ്ട സ്വപ്നമൊന്നും നീ ബലിക്കാതെ വിട്ടിട്ടില്ല. കാണിച്ചത് താനെന്തപ്പോ എനിക്ക് വള്ളിയായില്ല. എന്താ പ്രശ്നം? ജിന്നു പെണ്ണൊക്കെ അറിഞ്ഞ ആകെ കുഴപ്പമാവും. അങ്ങനെ മുമ്പിൽ വെച്ച് കളഞ്ഞിട്ട് നീ ധൈര്യമായിട്ടിരിക്കേ. അങ്ങേര് നിനക്ക് കെട്ടിച്ചെന്നില്ലേ? ഞാൻ കിട്ടും. അതും എന്നാലും കഴിവ് പറയണ്ട. രണ്ടെണ്ണം അടിച്ചല്ല.
ഹായ്. നീ ഇതൊന്നും എനിക്ക് അച്ഛൻ മേടിച്ചു. ഇല്ല ഞാൻ ഇപ്പൊ കുടിക്കുന്നു. കൊച്ചു പിള്ളേര് കുടിച്ചൂടാ. അയ്യോ അങ്ങനെ ഇന്ന പ്രായക്കാരൊന്നും ഇല്ല, ആർക്കും കുടിക്കാം. ഇത് വിഷം. അയ്യോ, അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയണേ. ഇങ്ങോട്ട് വന്നാണ് ഒരു കാര്യം. അസൂയും കുശുമ്പുള്ളവരൊക്കെ ചുമ്മാ പറയണേ. ഇതുവരെ ഈ രാമൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടല്ലോ. അളി അവർക്ക് കൊടു ഉണ്ടാ എന്ത് പറ്റേ എത്ര പ്രാവശ്യം മണിക്കൂർ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഇങ്ങനെ സംഭവം ഇല്ല. ഈ ഇപ്പം വന്നതിന് ശേഷം നീ മോള് കുടിച്ചോ. മോള് കൊച്ചു പിള്ളേർക്ക് ആടുന്നുണ്ട നിന്ന് ആടുന്നുണ്ട. എന്തോന്ന് ചേട്ടാ ഇത്? രവീന്ദ്ര, ആരും ഇല്ലേ? കളിയെ ആരാണ്ട് വിളിക്കുന്നു. അതാരി ധൈര്യം ഉണ്ടെങ്കിൽ അറിയാടാ. ചിന്നുവോ? അപ്പച്ചിയുടെ സൗണ്ട് അല്ലേ? ചിന്നു സൂപ്പർ സാധനം. ചിരിയും തമാശയും കളിച്ചിട്ടും ഒക്കെ വരും. അപ്പച്ചി അയ്യോ ചിന്നു മണി ചിന്നു പറ്റി എന്ത് പറ്റി? എന്തു പറ്റി ചിന്നു? ചിന്നു എന്തു പറ്റി? മണിക്കുട്ടണ്ണ നിങ്ങൾ അടിപൊളി. എടി എന്തു പറ്റി? മണി എന്തോ പറ്റി? നമുക്ക് ആശുപത്രി കൊണ്ടുപോയല്ലോ. കുറച്ച് കുടിക്കാൻ വെള്ളം കൊടു മോളെ. ആർക്ക്? എടി അത് അവളുടെ കയ്യിലുണ്ടല്ലോ. ചിന്നു കെട്ടത് മോളെ എഴുന്നേക്ക്. ചിന്നു പൂ പോലെ. ഞാൻ പിടിക്കണം, നീ പിടിച്ച് എന്നെ പിടിച്ചോ. ഞാൻ സഹായിക്കണോ ഇന്നു? രാമ, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ? അണ്ണ ഉണ്ടണ്ണ. തവണ കിട്ടുവോ? അതാ പോവൂ. ഈജിപ്തിൽ പോകുന്നി. ഞാൻ പിന്നെയും പോവി. മണിക്കുട്ടണ്ണ ഇവ ഞാൻ പറ്റിച്ചാണ്. പോടാ, ഇവിടെ നില്ലടാ അനങ്ങല്ലി. മണിക്കൂട്ടാ നമുക്ക് ആശുപത്രി കൊണ്ടുപോയി ഇവിടെ. എന്റെ അളിയ അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. വയ്യ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതെ, പിന്നെ ഈ കോളയുടെ കുപ്പിക്കകത്ത് രാമ മണിക്കൂട്ട ആളെയും കോളയുടെ കുപ്പിക്കകത്ത് ഇവനെ സാധനം മിക്സ് ചെയ്ത് അവിടെ വെച്ചിരുന്ന അവളുടെ അടുത്ത് വിളിച്ച് അവള് സന്തോഷത്തിരിക്കുകയല്ലേ കളിയ. അത് മൊത്തം നീ കുടിച്ചാ? കൊറേ ഉണ്ടായിരുന്നോ? രാമനുണ്ണി